ഇന്നു മുതൽ സംസ്ഥാന ഗാട്ടാഗുസ്തിയുടെ പ്രോഗ്രാം തുടങ്ങിയാണ്. അതിൻ്റെ ഒരു അവലോകനമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഗാട്ടാഗുസ്തി എന്നാൽ കൊട്ടാരം മുതൽ 1950-55 കാലം വരെ കൊട്ടാരം മുതൽ ഉള്ള ഒരു വിനോദമായിരുന്നു ഗാട്ടാഗുസ്തി. അതിനോടനുബന്ധിച്ചുള്ള കേരളക്കരയിലെ ഉയർന്ന ഫൈൽവാന്മാരായ അവരെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. കേരള കാമ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ മണക്കാട് നാരായണപിള്ള കൊട്ടാരം ആദരിച്ചിരുന്ന, തിരുവനന്തപുരം കൊട്ടാരം ആദരിച്ചിരുന്ന ശ്രീ ഇലക്ട്രിക് മൊയ്തീൻ കുഞ്ഞ്, പോളച്ചിറ രാമേന്ദ്രൻ, കട്ടച്ചിറ പപ്പുദാസ്, കൊച്ചിയുടെ അഭിമാനവും കായംകുളംകാരനുമായ ശ്രീ നിക്കൽ ജമാൽ, കായംകുളം ദയാനന്ദൻ, വെളിയിൽ ആന്റണി, നീഗ്രോ അനീഫ, ആസാം ബഷീർ, കൊല്ലം റഷീദ്, ഏറ്റുമാനൂർ ഗോപാലദാസ്, സത്താർ റൈഫിൾ പഞ്ചാബിൽ നിന്നുള്ള പൈൽവാൻ സത്താർ റൈഫിൾ, അദ്ദേഹത്തിൻ്റെ മകൻ ഇമാം ബക്സ്, കൊച്ചി മനോഹരൻ, പാനായിക്കുളം കരീം, മലബാർ കുഞ്ഞ് മട്ടാഞ്ചേരി, കോമ്പാറമുക്ക് ഹമീദ്, ചങ്ങനാശ്ശേരി ഫോം ജോസഫ്, ഫോം ജോസഫിൻ്റെ മകൻ കൊച്ചി യോസ എന്നീ പ്രഗത്ഭരായ ഫൈൽവാന്മാരായിരുന്നു. ഇതിൽ ഒട്ടുമിക്ക ആളുകളും കാലം ചെയ്തവരാണ്. എങ്കിലും അവരുടെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് ഗാട്ടാഗുസ്തിയുടെ 6 എപ്പിസോഡുകൾ ഉടനടി ആഴ്ചയിൽ 2 വീതം ഇറങ്ങുന്നതായിരിക്കും. ആദ്യത്തെ എപ്പിസോഡിൽ ഗാട്ടാഗുസ്തിയിൽ പ്രമുഖമായ ഒരു പിടിയായിരുന്ന പൂണൂൽ ബന്ദ്. ആ പിടി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഈ നേരെയാഴ്ചയാണെങ്കിൽ പുറം പിടിച്ചിരിക്കുകയാണ്. പുറം പിടിച്ച് പൂണൂൽ ബന്ദ് കെട്ടാൻ ശ്രമിക്കുകയാണ്. പൂണൂൽ ബന്ദ് കെട്ടാൻ ഇടത്തെ കടി കയറി തലതാത്തി മുന്നോട്ട് ഉടനെ ഗാട്ടാഗുസ്തിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അവർ ഗാട്ടാഗുസ്തിയിലെ ടെക്നിക്കുകൾ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ചുവന്നയാഴ്ചയാണെങ്കിൽ രണ്ട് ഫൈൽവാന്മാരും ഗാട്ടാഗുസ്തിയുടെ മത്സരത്തിലേക്കാണ്. രണ്ടുപേരും ചുമന്നയാഴ്ച കഴിഞ്ഞ ഫൈൽവാൻ നവാസ് ബന്ദ് കെട്ടുന്നു, കൈ ലോക്ക് ചെയ്ത് പുറം കയറ്റി അടിക്കുന്നു. ഓക്കെ, തുല്യ ശക്തികളാണ്. നവാസ് ബന്ദ് കെട്ടുകയാണ്, കൈ ലോക്ക് ചെയ്ത് കട്ടി പൊക്കി അടിച്ചു വെച്ചിരിക്കുന്നു.